മിക്കവരും BJPക്ക് തന്നെ വോട്ട് ചെയ്യാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ എന്തിനാണ് ഈ ഒരു വിലപ്പെട്ട സമയം ഇവിടെ ചിലവാക്കുന്നതെന്ന് നമ്മുടെ മനസ്സിൽ തോന്നാമല്ലോ. അപ്പം അതിനൊരു ഉത്തരം നൽകാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അതിനു മുമ്പ് തന്നെ ഞാൻ അങ്ങനെ ഒരു അസംഷനിലേക്ക് കടക്കുന്നില്ല. ഇവിടെ ആരെങ്കിലും BJPക്ക് വോട്ട് ചെയ്യണോ അതോ വേറെ ആർക്കെങ്കിലും ചെയ്യണോ എന്ന് ഇപ്പോഴും ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? അതാണ്. അപ്പം എൻ്റെ ആ ഒരു അസംഷൻ കറക്റ്റ് ആയിരുന്നു എന്ന് തന്നെ ഞാൻ വിശ്വസിക്കട്ടെ. അപ്പോൾ ഇനി നമുക്ക് അടുത്തത് എന്താണ് ചെയ്യാനുള്ളത്? ഇപ്പോൾ നമുക്ക് ഒരു തിരിച്ചറിവുണ്ട്, നമ്മൾ ഇതിനെക്കുറിച്ച് പഠിച്ചിരിക്കുന്നു, നമുക്ക് ചില കാര്യങ്ങൾ അറിയാം. പക്ഷേ ജനാധിപത്യം എപ്പോഴും ഭൂരിപക്ഷത്തിൻ്റെതാണ്. ഇപ്പോൾ ഭൂരിപക്ഷത്തിലുള്ള ആളുകൾ വലിയ വിവരമില്ലാതെയൊക്കെയാണ് ഇന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ നമ്മുടെ തിരിച്ചറിവിൻ്റെയും നമ്മുടെ പ്രവൃത്തികളുടെയും ഗുണം നമുക്കോ നമ്മുടെ നാടിനോ കിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമുക്ക് നമ്മുടെ സർക്കിളിലുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കണം. അതിപ്പം വളരെ 5 പേരെ ആയാലോ 10 പേരെ ആയാലോ ദിവസം ഇനി അങ്ങോട്ടുള്ള തിരഞ്ഞെടുപ്പ് അടുത്ത ദിവസങ്ങളാണ്. ഒരു അരമണിക്കൂറെങ്കിലും നമുക്ക് ഇതിനു വേണ്ടി ചിലവാക്കാൻ സാധിക്കും. അപ്പം നമ്മൾ എന്ത് പറയണം എന്നുള്ളതാണ് അല്ലേ. ഇപ്പം നമുക്കറിയാം ഭരണ സംവിധാനം 3 തലത്തിലാണ് വർക്ക് ചെയ്യുന്നത്. കേന്ദ്ര തലത്തിലുണ്ട്, സംസ്ഥാന തലത്തിലുണ്ട്, ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലുണ്ട്. ഇപ്പം മോദി സർക്കാർ നമ്മുടെ കയ്യിൽ നിന്നും പിരിച്ചെടുത്ത നികുതി പണം കൊണ്ട് എന്തു ചെയ്തു എന്നുള്ളതെന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. അതിപ്പോൾ നമുക്ക് ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ എന്ന് പറഞ്ഞൊരു ഡാഷ്ബോർഡ് തന്നെ ഉണ്ട്. വികസിത് ഭാരത് ഡാഷ്ബോർഡ് എന്നാണ് അതിൻ്റെ പേര്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ എത്ര വീടുകൾ നിർമ്മിച്ചു, ഞാൻ അവസാനം നോക്കിയതിൽ റൂറൽ ഏരിയയിൽ 3.5 കോടി വീടുകൾ നിർമ്മിക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അർബൻ ഏരിയയിൽ 1 കോടി വീടുകൾ നമുക്ക് നിർമ്മിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ ഒരുപാട് വികസനങ്ങൾ. ഇപ്പോൾ ഗ്രാമീണ സഡക് യോജന പ്രകാരം ഏതാണ്ട് 7.5 ലക്ഷം കിലോമീറ്റർ നമുക്ക് റോഡ് നിർമ്മിക്കാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ ജനൌഷധി സെന്റർ ആയാലും അങ്ങനെ പല കാര്യങ്ങൾ. ഇപ്പോൾ മുദ്ര ലോണൊക്കെ ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ട്. അപ്പം നമ്മൾ എന്താണ് മനസ്സിലാക്കുന്നത്? കേന്ദ്ര സർക്കാർ നമ്മുടെ പണം വളരെ വ്യക്തമായി ഉപയോഗിക്കുകയും എന്നാൽ സംസ്ഥാന സർക്കാരോ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ആ ഭരണകർത്താക്കളോ അവർക്ക് കിട്ടുന്ന നികുതിയുടെ ആ ഒരു പങ്ക് ദൂർത്തടിച്ചു കളയുകയും കേന്ദ്ര സർക്കാർ ഒന്നും തരുന്നില്ല എന്നുള്ള കഥ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. മാത്രമല്ല എന്തെങ്കിലുമൊക്കെ പദ്ധതികൾ കേന്ദ്ര സർക്കാർ അത് നടത്തിയെടുക്കുകയാണെങ്കിൽ അതിൻ്റെ ക്രെഡിറ്റ് അടിച്ചെടുക്കുവാനും ഇവർ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പം ആ ഒരു സന്ദേശം നമുക്ക് പറയുവാൻ സാധിക്കണം. ഇപ്പം നമുക്ക് നമ്മുടെ ഫോണിൽ തന്നെ ഈ ഡാഷ്ബോർഡ് ഞാൻ നേരത്തെ പറഞ്ഞത് ആർക്ക് വേണമെങ്കിലും കാണിച്ചു കൊടുക്കാമെന്നുള്ളതേ ഉള്ളൂ. ഈ വിവരങ്ങളെല്ലാം അതിൽ തന്നെ ഉണ്ട്. നമ്മൾ കാണാൻ പിടിച്ച് വെക്കേണ്ട കാര്യം പോലുമില്ല. അപ്പം അത്തരത്തിൽ നമ്മൾ അവരോട് സംസാരിക്കുമ്പോൾ നമുക്ക് പറയേണ്ടത് ഇങ്ങനെ ഡബിൾ എഞ്ചിൻ സർക്കാർ എന്നൊക്കെ നിങ്ങൾ കേട്ട് കാണും. കേന്ദ്രത്തിലും അതുപോലെ സംസ്ഥാനത്തിലും ഒരേ സർക്കാർ, അതും വേറെ ഏതെങ്കിലും കോൺഗ്രസിൻ്റെ സർക്കാർ വന്നാലല്ല, BJP ഭരിക്കുകയാണെങ്കിൽ എന്ത് നമുക്ക് ചെയ്യുവാൻ സാധിക്കും? കാരണം BJPക്കാർ ഒരു സത്യത്തിൻ്റെയും ഒരു ധർമ്മത്തിൻ്റെയും അധിഷ്ഠിതമായ ഒരു ഭരണമാണ് കാഴ്ചവെക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കയ്യിൽ നിന്നും പിരിച്ചെടുക്കുന്ന പണം അത് വേസ്റ്റായി പോകില്ല എന്നുള്ളതാണ് നമ്മുടെ ഉറപ്പ്. മോദിജിയുടെ ഗ്യാരണ്ടി എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ കഴിഞ്ഞ 10-11 വർഷം കൊണ്ട് എന്തുമാത്രം വ്യത്യാസമാണ് നമ്മുടെ രാജ്യത്ത് ഉണ്ടാക്കാൻ സാധിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വളരെ ഒന്നും ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. കുറച്ചെങ്കിലും തിരിച്ചറിവുള്ള റെയിൽവേയിൽ സഞ്ചരിക്കുന്നവരാണെങ്കിൽ നമുക്ക് റോഡുകൾ നമ്മൾ ഇന്ന് എത്രമാത്രം പുരോഗമിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാം. അപ്പോൾ അതെല്ലാം നമുക്ക് കാണാൻ സാധിക്കുകയാണ്. അപ്പം അതുപോലൊരു സർക്കാർ സംസ്ഥാനത്തും ഭരിക്കുകയാണെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ വ്യത്യാസം എന്നുള്ളത്. അതാണിപ്പോൾ രാജീവ് ചന്ദ്രശേഖർജി ചുമതല എടുത്തതിന് ശേഷം വലിയൊരു മാറ്റമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. കാരണം ഇപ്രാവശ്യം നമുക്ക് ഭരിക്കാൻ സാധിക്കും എന്നുള്ള ഒരു ആത്മവിശ്വാസം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ തീർച്ചയായും ഉണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷൻ നമുക്ക് എന്തായാലും പിടിക്കാൻ സാധിക്കും എന്നുള്ള വിശ്വാസത്തിലാണ് നമ്മളിന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഇന്നിപ്പോൾ തന്നെ ഞാൻ ഇതിനു മുമ്പ് ഒരു കുടുംബയോഗത്തിൽ പങ്കെടുത്തിട്ട് വരികയാണ്. അപ്പോൾ അവിടെയുള്ള പഴയ കൗൺസിലറും എൻ്റെ തൊട്ടടുത്ത് തന്നെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പം അതിലൊരാൾ പറഞ്ഞു, ഇങ്ങനെ കൗൺസിലറിന് ഒരുപാടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. കാരണം എങ്ങനെയാണ് ഇത് അട്ടിമറിക്കപ്പെടുന്നതെന്ന് നമ്മൾ അറിയണം. നമ്മുടെ തന്നെ വീടിന് മുമ്പിലുള്ള റോഡ് ശരിയാക്കണം, അല്ലെങ്കിൽ ഡ്രെയിനേജ് പ്രശ്നങ്ങൾ പരിഹരിക്കണമെങ്കിൽ അധികാര സ്ഥാനത്തുള്ളവർ നമ്മുടെ കൂടെ നിന്നാലേ നമുക്ക് പറ്റുള്ളൂ. അല്ലാതെ കൗൺസിലർ മാത്രം വിചാരിച്ചാൽ ഒന്നും നടക്കില്ല എന്നുള്ളിടത്താണ്. അപ്പം അവിടെയാണ് ഈ പ്രാവശ്യം നമുക്ക് കൗൺസിലർ മാത്രമല്ല ഉണ്ടാകാൻ പോകുന്നത്, നമുക്ക് ഒരു മേയറും ഉണ്ടാകാൻ പോവുകയാണ് എന്നുള്ളതാണ്. നമുക്കാണ് ഭൂരിപക്ഷം കൗൺസിലർമാർ തിരുവനന്തപുരത്ത് ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളിടത്താണ് ഈ ഒരു വരുന്ന 5 വർഷം വലിയൊരു വികസന കുതിപ്പ് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ അവിടെയാണ് മോദിജി ഇവിടെ തിരുവനന്തപുരത്തേക്ക് വന്ന് ഈ ഒരു വികസന പദ്ധതി വളരെ കൃത്യമായി തന്നെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കും എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? എത്രയോ നഗരങ്ങളുള്ള ഒരു ദേശമാണ് ഇന്ത്യ. പക്ഷേ അവിടെയും തിരുവനന്തപുരത്തിന് മോദിജിയുടെ ശ്രദ്ധയിൽ വരെ കൊണ്ടെത്തിക്കുവാൻ സാധിക്കുന്ന നേതൃത്വം ഇന്ന് നമുക്കുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത് ഒരു വലിയ അവസരമാണ്. അത് നമ്മൾ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കണം എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും ആദ്യമായിട്ട് പറയാനുള്ളത്. നിങ്ങളുടെ വോട്ടുകളല്ല, നിങ്ങൾക്ക് എത്ര പേരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കുന്നു, എത്ര പേരുടെ മനസ്സിനെ സ്വാധീനിക്കുവാൻ സാധിക്കുന്നു എന്നുള്ളിടത്തായിരിക്കും നമ്മുടെ വലിയൊരു വിജയം. അത് ഒരു വലിയ മാറ്റം ആയിരിക്കും നമ്മുടെ നാടിനെ കൊണ്ടുവരാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ എനിക്ക് വലിയ ഒരു ഉറപ്പാണുള്ളത്. കാരണം ഇതുപോലെയുള്ള ചർച്ചകൾ ഇപ്പോൾ തന്നെ നമ്മളിപ്പോൾ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്തു. ഇതുപോലെയുള്ള ചർച്ചകളൊന്നും ഒരു ചാനൽ ചർച്ചയിൽ നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇല്ല. അവിടെ മിക്കപ്പോഴും എടുക്കുന്ന വിഷയങ്ങൾ, ഇപ്പം ഞാൻ തന്നെ പല ചാനൽ ചർച്ചകളിൽ പങ്കെടുത്തിട്ടുള്ളതാണ്. അവിടെയുള്ള ചർച്ചകളൊന്നും വളരെ അപ്രധാനമായ വിഷയങ്ങളെക്കുറിച്ചായിരിക്കും. തീർത്തും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഗോഗ്വ വിളികളൊക്കെയാണ് അവിടെ നടക്കുന്നത്. നമ്മുടെ നാടിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യുവാൻ സാധിക്കും
എന്തൊക്കെയാണ് നമ്മൾ ചെയ്തെടുത്തത്, നമ്മുടെ നാട് എത്രത്തോളം പുരോഗമിച്ചു, ഇനി എന്തൊക്കെയാണ് നമ്മുടെ നാടിന് വേണ്ടത്, ഇതിനെക്കുറിച്ചൊന്നും യാതൊരു ചർച്ചയുമില്ല. അതാണ് നമ്മൾ എല്ലാ തലത്തിലും BJP തന്നെ വന്നാലേ നമുക്ക് ഏറ്റവും നല്ലൊരു ഭരണം കാഴ്ചവെക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള ഒരു വിശ്വാസമുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങണം. എല്ലാ സംസ്ഥാനങ്ങളിലും കൊടുക്കുന്നത് പോലെ തന്നെയാണ് പണം കേരളത്തിൽ കൊടുത്തിട്ടുള്ളത്. പക്ഷെ നമ്മളെന്നും TV-യിൽ ചാനൽ ചർച്ചയിൽ നമ്മൾ നോക്കിയാലും അല്ലെങ്കിൽ പത്രങ്ങളെടുത്ത് വായിച്ചാലും ഇവിടെയുള്ള മാധ്യമ സംസ്കാരം അനുസരിച്ച് അവർ അതൊന്നും പുറത്തു പറയാതെ അതൊക്കെ തമസ്കരിച്ചുകൊണ്ട് കേന്ദ്രം കേരളത്തിനെ അവഗണിക്കുന്നു, ഇവിടെ പണമൊന്നും കിട്ടുന്നില്ല എന്നാണ് പറയുന്നത്. ഇവർക്ക് കിട്ടുന്ന പണം ഇവർ വളരെ വലിയ രീതിയിൽ ദൂർത്തടിച്ച് കളയാണ് ചെയ്യുന്നത്. ഇത്തരത്തിൽ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കുമോ? നിങ്ങൾക്കാണ് എന്നെക്കാട്ടും കൂടുതൽ സ്ഥാനാർത്ഥിയെ വ്യക്തമായി അറിയാവുന്നതാണ്. അതിന്റെ സ്ഥാനാർത്ഥിയെ കുറിച്ച് എനിക്ക് കൂടുതൽ ഇവിടെ പറയേണ്ട ആവശ്യമില്ല. പക്ഷേ സ്ഥാനാർത്ഥിക്ക് എത്രമാത്രം ഭൂരിപക്ഷം നമുക്ക് കൊടുക്കുവാൻ സാധിക്കുന്നു എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ളതാണ്. നമ്മൾ ഇവിടെ നിന്ന് തിരഞ്ഞെടുത്തയക്കുന്ന ആളിന് കിട്ടുന്ന ആ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് അദ്ദേഹം എത്രത്തോളം വോട്ട് നേടിയെടുത്താണ് ജയിച്ചതെന്നനുസരിച്ചായിരിക്കും. അപ്പം അതിന്റെ ഒരു വലിയ ഉത്തരവാദിത്വം നമ്മളിലാണ് ഇരിക്കുന്നത്. നമുക്ക് മറ്റുള്ളവരുമായി വളരെ പോസിറ്റീവായിട്ട് ഇടപെടാം. അപ്പൊ എല്ലാവരെയും നമുക്ക് പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ പറ്റണമെന്നില്ല. ചിലർ നമ്മൾ പറയുന്നത് കേൾക്കാൻ പോലും താല്പര്യമില്ലാത്തവരായിരിക്കാം, അവരെ നമുക്ക് വിട്ടുകളയാം. പക്ഷെ നമുക്കറിയാം ന്യൂട്രൽ ആയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. കാര്യകാരണ സഹിതം നമ്മൾ വ്യക്തമാക്കുകയാണെങ്കിൽ അവരത് ലിസൺ ചെയ്യാൻ തയ്യാറാണ്, അവരുടെ ചിന്താഗതി മാറ്റാൻ തയ്യാറാണ് എന്നുള്ള ആളുകളെ നമുക്കറിയാമെങ്കിൽ അവരെ ഇൻഫ്ലുവൻസ് ചെയ്യണം എന്നാണ് എനിക്ക് ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത്. വീടുകളിലും എത്തിച്ചേർന്നുള്ള കാര്യങ്ങളൊക്കെ വിശദമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടൊരു തുടരാവർത്തനം എന്നുള്ള രീതിയിൽ ഞാൻ അത് വീണ്ടും പറയാൻ വേണ്ടി നിൽക്കുന്നില്ല. എന്നിരുന്നാലും ഒരു ജനാധിപത്യ രാജ്യത്തില് നമ്മൾ 3 തെരഞ്ഞെടുപ്പിനെയാണ് നേരിടുന്നത്. ആ 3 തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്, ഒന്നാമത്തത് നമ്മുടെ രാജ്യത്തെ ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. രണ്ടാമത്തെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഒരു സംസ്ഥാനത്തിന്റെ ഭരണം ആര് നിർവഹിക്കണമെന്ന് തീരുമാനിക്കുന്ന സംസ്ഥാന ഭരണമാണ്. മൂന്നാമത്തെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഏറ്റവും പ്രാധാന്യമുള്ള ഓരോ ഗ്രാമത്തിന്റെയും വികസനം ആര് നടത്തണം, ജനങ്ങൾക്കിടയിൽ നിന്നുകൊണ്ട് ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി ആ പ്രശ്നങ്ങൾ തരണം ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ പ്രദേശത്തു നിന്നും ആരാണ് വിജയിച്ചു വരേണ്ടത് എന്ന് തീരുമാനിക്കുന്ന പ്രാദേശിക തെരഞ്ഞെടുപ്പാണ്. ആ പ്രാദേശിക തെരഞ്ഞെടുപ്പാണ് വരുന്ന 3 ദിവസത്തിനുള്ളിൽ ഈ മേഖലയിൽ, കേരളത്തിന്റെ വടക്കൻ മേഖലയിൽ നടക്കാൻ വേണ്ടി പോകുന്നത്. ഇന്ന് രാവിലെ മുതൽ ഞാൻ യാത്ര ചെയ്യുന്നത് തൃപ്പങ്ങോട്ടൂർ പഞ്ചായത്തിന്റെ കടവത്തൂർ മേഖലയും അതുപോലെ കുന്നോത്തുപറമ്പ് പഞ്ചായത്തിന്റെ ചില മേഖലകളും കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. ഇന്നലെ ഞാൻ കരുതിയിരുന്നത് ഈ പഞ്ചായത്തിൽ ഭൂരിഭാഗം വികസന പദ്ധതികളും നടപ്പിലാക്കുന്നത് കടവത്തൂർ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടാണെന്നാണ്. പൊയിലൂർ മേഖലയെ പാടെ അവഗണിച്ചുകൊണ്ടുള്ള ഒരു വികസന പദ്ധതികളാണ് ഈ പഞ്ചായത്ത് നടപ്പിലാക്കുന്ന ഒരു കാഴ്ചപ്പാടുള്ള ഒരു വ്യക്തിയായിരുന്നു ഞാൻ. ഒരു പക്ഷെ ഇവിടെ ഇരിക്കുന്ന പല ആൾക്കാർക്കും ആ ഒരു കാഴ്ചപ്പാടുണ്ടായിരിക്കും. എന്നാൽ ഇന്ന് രാവിലെ മുതൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു റോഡ് പോലും ടാർ ചെയ്യാത്ത ഒരു മേഖലയുണ്ടെങ്കിൽ അത് കടവത്തൂർ മേഖലയാണ്. നമ്മൾ കടവത്തൂർ മേഖലയെ പറയുന്ന സമയത്ത് ചിന്തിക്കണം, ഈ തൃപ്പങ്ങോട്ടൂർ പഞ്ചായത്തിന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് അധിവസിക്കുന്ന മേഖല എന്ന് പറയുന്നത് ആ കടവത്തൂർ മേഖല. ആ കടവത്തൂർ മേഖലയിൽ പോലും ഒരു വികസന പദ്ധതിയും എത്തിക്കാതെ, ഒരു റോഡ് പോലും ടാർ ചെയ്യാതെ, ഒരു സ്ട്രീറ്റ് ലൈറ്റ് പോലും ഇല്ലാതെ, ഒരു പദ്ധതിയും നടപ്പിലാകാതെ ഒരു നാടിനെ വികസന മുരടിപ്പിലേക്ക് കാലങ്ങളായിട്ട് നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയും ഒരു മുന്നണിയുമാണ് ഈ തൃപ്പങ്ങോട്ടൂർ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പര്യടനത്തിനിടെ ഞാൻ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ഇവിടെയുള്ള ഇടതുപക്ഷത്തിന്റെ പര്യടനം നടക്കുന്നുണ്ടായിരുന്നു. തിരക്കിനിടയിലാണെങ്കിലും അതിൽ ചില കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവര് പറയുന്ന കണ്ടു, 45 വർഷമായിട്ട് ഇവിടെ മുടങ്ങിക്കിടങ്ങിട്ടിരുന്ന മാഹി ബൈപ്പാസ് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് പിണറായി സർക്കാരിന് ഭരണത്തിൽ വരേണ്ടി വന്നു. അവരോട് എനിക്കൊരു കാര്യം മാത്രമേ ചോദിക്കാനുള്ളൂ, ഈ 45 വർഷക്കാലവും കേരളം ഭരിച്ചത് BJP ആണോ? കേരളം ഭരിച്ചത് നരേന്ദ്രമോദിയോ രാജീവ് ചന്ദ്രശേഖരോ ആണോ? അല്ല. ഈ 45 വർഷക്കാലവും കേരളം ഭരിച്ചിട്ടുള്ളത് ഇവിടുത്തെ ഇടത് വലത് മുന്നണികളാണ്. ആ 45 വർഷക്കാലവും മാഹി ബൈപ്പാസ് എന്ന് പറയുന്ന കണ്ണൂർ ജില്ലയുടെ സ്വപ്ന പദ്ധതി പേപ്പറിൽ ഒതുക്കി കെട്ടിയത് ഈ പറയുന്ന ഇടത് വലത് മുന്നണികളാണ്. ദേശീയപാത വികസനം 1000-ലധികം കിലോമീറ്ററാണ് കേരളത്തിൽ പദ്ധതികൾ നടക്കുന്നത്, പല ബൈപ്പാസുകളായിട്ടും കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയും. ആ രീതിയിലുള്ള പദ്ധതികൾ നമ്മുടെ മുഖ്യമന്ത്രി അമേരിക്കയിൽ പോയിട്ട് വലിയ വലിയ പ്രഖ്യാപനങ്ങൾ നടത്തുന്ന കണ്ടു. ആരോഗ്യ മേഖലയിൽ കേരളം എന്ന് പറയുന്നത് അമേരിക്കയെ കടത്തിവെട്ടുന്ന രീതിയിലാണ്. കേരളത്തിലെ റോഡ് വികസനം മാതൃകാപരമാണ്.
റോഡ് വികസനം മാതൃകാപരമാണ്. അത് ഇവിടെയുള്ള ലീഗിന്റെ നേതാവ് നിയമസഭയിൽ വെച്ച് പറഞ്ഞിട്ടുണ്ട്. എടോ പിണറായി വിജയ, ഇത് നിങ്ങളുടെ റോഡല്ല, ഇത് ഗഡ്കരിയുടെ റോഡാണ് എന്ന് പറഞ്ഞ നമ്മുടെ നിയമസഭയിൽ വെച്ച് പറഞ്ഞത് ലീഗിന്റെ നേതാവാ. യാഥാർത്ഥ്യം ഇവിടെയുള്ള ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. 11 വർഷക്കാലമായിട്ട് ഇവിടെയുള്ള കുട്ടികളെ, ഇവിടെയുള്ള യുവാക്കളെ, ഇവിടെയുള്ള പൗരന്മാരെ, ഇവിടെയുള്ള വൃദ്ധരെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഒരു സർക്കാരിന് എങ്ങനെയാണോ ഒരു ജനവിഭാഗത്തെ ചേർത്ത് നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുക, ആ രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇവിടെയുള്ള ഭാരതീയ ജനതാ പാർട്ടിക്കും നരേന്ദ്രമോദി സർക്കാരിന് സാധിച്ചിട്ടുണ്ട്. അത് ഇവിടെയുള്ള ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഓരോ വീടുകളിലും പദ്ധതികൾ എത്തിയിട്ടുണ്ട്. 11 വർഷം കൊണ്ട് ലോകത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയിൽ 14ാം സ്ഥാനത്തുള്ള ഭാരതത്തെ 4ാം സ്ഥാനത്തേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നരേന്ദ്രമോദിക്ക് സാധിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, കടവത്തൂര് മേഖലയിലേക്ക് പോകുന്ന സമയത്ത് ഒരു റോഡ് പോലും ടാർ ചെയ്യുന്നത് കാണാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ല. യാഥാർത്ഥ്യമാണ്. നിങ്ങൾ യാത്ര ചെയ്യണം, യാത്ര ചെയ്യുമ്പോൾ ഒരു റോഡ് പോലും ഇല്ല, അതൊരു യാഥാർത്ഥ്യമാണ്. എന്നാൽ കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ കൂത്തുപറമ്പ് നിയമസഭാ മണ്ഡലത്തിലെ 12ഓളം പദ്ധതികളാണ് ഗ്രാം സഡക് യോജന എന്ന പദ്ധതിയിൽ പെടുത്തിക്കൊണ്ട് നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കാൻ വേണ്ടി തീരുമാനിച്ചത്. അതിൽ 7 പദ്ധതികളും വരുന്നത് ഈ പൊയിലൂർ പ്രദേശത്താണ്. പൊയിലൂരുള്ള BJPയുടെ നേതൃത്വം, BJPയുടെ മെമ്പർമാർ കൃത്യമായിട്ട് ഇടപെടൽ നടത്തിക്കൊണ്ട് ഓരോ മേഖലയിലും കയറിക്കൊണ്ട് എവിടെയാണോ സ്വാധീനം ചെലുത്തേണ്ടത് ആ മേഖലയിൽ സ്വാധീനം ചെലുത്തിക്കൊണ്ട് 7ഓളം പദ്ധതികൾക്ക് അനുമതി വാങ്ങാൻ വേണ്ടിയിട്ട് ഇവിടെയുള്ള ഭരണകർത്താക്കൾക്ക് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിന് സാധിച്ചിട്ടുണ്ട്. അപ്പൊ ആ രീതിയിൽ ഒരു നാടിനെ ഈ കാലം വരെ ചേർത്ത് നിർത്താൻ വേണ്ടിയിട്ട് ഇവിടെയുള്ള ഭാരതീയ ജനതാ പാർട്ടിക്ക് സാധിച്ചിട്ടുണ്ട്. ഈ വികസനം ഇനി ഇവിടെ തുടരണം. ഈ തവണ നമ്മൾ മുന്നോട്ടേക്ക് വെക്കുന്ന ആശയം എന്ന് പറയുന്നത് മാറാത്തത് മാറും എന്നുള്ളതാണ്. മാറാത്തത് മാറണം. അതിൽ ഒന്നാമതായി മാറുന്നത് തൃപ്രങ്ങോട്ടൂർ ഭരണം മാറണം. ഭരണം മാറിയിട്ട് ആര് വരണം? ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഭാരതീയ ജനതാ പാർട്ടി നയിക്കുന്ന ഭരണകർത്താക്കൾ തൃപ്രങ്ങോട്ടൂർ പഞ്ചായത്തിന്റെ അധികാര കസേരയിലേക്ക് വരണം. പാനൂരിന്റെ കിഴക്കൻ മേഖലയെ വികസനത്തിന്റെ പാതയിലേക്ക് നയിക്കണം. ഈ നാടിന് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. ഈ നാടിന് ഒരുപാട് വികസന കാഴ്ചപ്പാടുകളുണ്ട്. ആ കാഴ്ചപ്പാടുകളെ സഫലമാക്കണമെങ്കിൽ ഞാനടക്കമുള്ള ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ത്രിതലങ്ങളിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പാണ്. വാർഡ്, ബ്ലോക്ക്, ജില്ല, ഈ 3 തലങ്ങളിലും വിജയിച്ചു വരുന്ന സമയത്താണ് സമൂലമായിട്ടുള്ള ഒരു മാറ്റം നമുക്ക് ഈ മേഖലയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. അങ്ങനെ സാധിക്കണമെങ്കിൽ പ്രബുദ്ധരായിട്ടുള്ള ഈ നാട്ടിലെ വോട്ടർമാരെ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരന്മാരെ, എല്ലാവരും ഞാനടക്കമുള്ള ഇവിടെയുള്ള മുഴുവൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥികളെയും താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്തേ.